മാസപ്പിറവി ഒരു സ്ഥലത്ത് കണ്ടാൽ അത് ആർക്കൊക്കെ ബാധകമാണ്? അത് കണ്ട ആ പറമ്പിൽ മാത്രാണോ? അതല്ല മഹല്ലിൽ മാത്രാണോ? അതല്ല നാട്ടിൽ മാത്രാണോ? അതല്ല ഭൂഖണ്ഡത്തിൽ മാത്രാണോ? അതല്ല ലോകത്ത് മുഴുവൻ അത് ബാധകമാണോ? അല്ലേ? ഇതാണ് പരിശോധിക്കേണ്ടത്. ഒരു സ്ഥലത്ത് പിറവി കണ്ടാൽ പുതുമാസം തുടങ്ങിയതായി പ്രഖ്യാപിക്കപ്പെട്ടാൽ അത് പ്രകാരമുള്ള അമല് ചെയ്യാൻ സമയത്തിന് നമുക്ക് അമല് ചെയ്യാവുന്ന സമയത്ത് വിവരം കിട്ടിയാൽ ആ വിവരം ലഭിക്കുന്നവർക്കെല്ലാം ഈ കാഴ്ച ബാധകമായിരിക്കും. അങ്ങനെയാണ് ഹദീസിൽ കൽപ്പന വന്നിട്ടുള്ളത്. റസൂലുള്ളാഹി പറഞ്ഞത് സൂമൂ ലിറുഅയതി വഅഫ്തിറൂ ലിറുഅയതി. മാസപ്പിറവി കണ്ടാൽ അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നോമ്പ് തുടങ്ങിക്കോളൂ. അടുത്ത മാസം കണ്ടാൽ, ശവ്വാൽ മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിച്ചോളൂ, പെരുന്നാൾ ആഘോഷിച്ചോളൂ. ഈ കൽപ്പന ഒരു പൊതുവായ കൽപ്പനയാണ്. ആ കാഴ്ച ബാധകമാകുന്നതിന് ഇത്ര ദൂരത്തിന്റെ ഉള്ളിൽ എന്ന് എവിടെയും വന്നിട്ടില്ല. അത് മൊത്തം ലോകത്തിന് ബാധകമാണ്. ഒരു ദൂരപരിധി നിശ്ചയിച്ചിട്ടില്ല. അതിന് അത്രയും ഉമൂമ്, വ്യാപകത്വവും വിശാലമായ അർത്ഥവുമാണ് അതിനുള്ളത്. മേൽ ഹദീസിന്റെ വ്യത്യസ്തമായ പാഠഭേദങ്ങളിലോ മറ്റേതെങ്കിലും പ്രമാണവാക്യങ്ങളിലോ അതിനെ ചുരുക്കുന്ന ഇത്ര സ്ഥലത്തേക്കേ പറ്റുള്ളൂ, അതൊരു മഹല്ലിനെ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു നാട്ടിലെ പറ്റുള്ളൂ, അല്ലെങ്കിൽ യാത്ര പോകുമ്പോൾ നമ്മൾ നമസ്കാരം ചുരുക്കി നിസ്കരിക്കുന്നതിന്റെ അപ്പുറത്തുള്ള സ്ഥലത്തേക്ക് പറ്റൂല. ഇങ്ങനെയൊന്നും എവിടെയും വന്നിട്ടില്ല. ദൂരപരിധിയില്ലാതെ ഭൂമുഖത്തുള്ള എല്ലാവർക്കും അത് ബാധകമാണെന്ന് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ വന്നിട്ടുണ്ട് താനും. അതാണ് ഭൂരിപക്ഷം ഫുഖഹാക്കളുടെയും നിലപാടും. ഭിന്നമായ നിലപാട് സ്വീകരിച്ച സയ്യിദ് സാബിഖ് പോലും ആ യാഥാർത്ഥ്യം വ്യക്താക്കിയിട്ടുണ്ട്. സയ്യിദ് സാബിഖ് അഭിപ്രായക്കാരനല്ല ഫിഖ് സുന്നന്റെ. പക്ഷേ ഈ കാര്യം അദ്ദേഹം ഫിഖ് സുന്നയിൽ വളരെ വ്യക്തമായി എഴുതി. അദ്ദേഹം പറഞ്ഞു, ദഹബൽ ജുംഹൂർ ഇലാ അന്നഹു ലാ ഇബ്റത ബിഖ്തിലാഫിൽ മത്താലിഅ് فمتى رأى الهلال أهل بلد وجب الصوم على جميع البلاد لقول الرسول صلى الله عليه وسلم صوموا لرؤيته وأفطروا لرؤيته وهو خطاب عام لجميع الأمة فمن رآه منه في أي مكان كان ذلك رؤية لهم جميعا. ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമനുസരിച്ച് ചന്ദ്രോദയത്തിലുള്ള മേഖലാ വ്യത്യാസം പരിഗണിക്കേണ്ടതില്ല. ഒരേ ഉദയമേഖല, ഒരേ അസ്തമയ മേഖല പങ്കിടുന്ന ആളുകൾക്ക് മതി. അതിനപ്പുറത്തേക്ക് പോകുന്ന ആളുകൾക്ക് ആ കാഴ്ച ബാധകമല്ല എന്നാണ് ഇവർ പറയാറുള്ളത്. പക്ഷെ അങ്ങനെ ഒരു വ്യത്യാസം ഇല്ല, എല്ലാവർക്കും ബാധകമാണ് എന്നാണ് ഭൂരിപക്ഷം ഫുഖഹാക്കളും. ജുംഹൂറിന്റെ അഭിപ്രായം അങ്ങനെയാണ്. എപ്പോൾ ഒരു നാട്ടിലെ ജനങ്ങൾ പിറവി കണ്ടാലും മറ്റുള്ള മുഴുവൻ നാട്ടുകാർക്കും അത് പ്രകാരം നോമ്പ് പിടിക്കൽ നിർബന്ധമാണ്. കാരണം നബി പറഞ്ഞിരിക്കുന്നത്, മാസപ്പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പ് പിടിക്കുക, മാസപ്പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിച്ച് പെരുന്നാൾ ആഘോഷിക്കുക എന്നാണ്. ഈ കൽപ്പന ഈ സമുദായത്തിന് മൊത്തമുള്ള ഒരു അഭിസംബോധനയാണ്. അവരിൽ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പിറവി കണ്ടാൽ ആ കാഴ്ച സമുദായത്തിന് മൊത്തം, ലോകത്തേക്ക് മൊത്തം ബാധകമായിരിക്കും. ഇതാണ് സയ്യിദ് സാബിഖ് തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഹദീസ് ഉണ്ടല്ലോ, സൂമൂ ലിറുഅയതി വഫ്തിറൂ ലിറുഅയതി. ആ ഹദീസ് പ്രകാരം രണ്ട് കാര്യം ഉറപ്പായി. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠങ്ങൾ രണ്ടാണ്. ഒന്ന്, ലോകത്ത് എവിടെ മാസപ്പിറവി കണ്ടാലും അത് ലോകത്തുള്ള എല്ലാവർക്കും ബാധകമാണ്. ഓരോരുത്തരും അവരവരുടെ പ്രദേശത്ത് തന്നെ മാസപ്പിറവി കാണേണ്ട കാര്യമില്ല. മാസപ്പിറവിയുടെ കാര്യത്തിൽ അങ്ങനെ പ്രത്യേകമായ ഒരു ദൂരപരിധി എവിടെയും പറഞ്ഞിട്ടുമില്ല. എന്നു മാത്രമല്ല, വിദൂര ദിക്കുകളിൽ കാണുന്ന മാസപ്പിറവി സ്വീകരിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അതിന് തെളിവുണ്ട്, പ്രമാണങ്ങളിൽ തെളിവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സ്വീകരിച്ചതിനുള്ള ഒരു ഉദാഹരണം കാണാം. അബൂ ഉമൈർ ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള അബൂ ഉമൈർ, അദ്ദേഹത്തിൽ നിന്നുള്ള റിവായത്ത്, ഹദ്ദസനി ഉമൂമത്തി മിനൽ അൻസ്വാർ, അൻസാരികളായ എന്റെ പിതൃവ്യന്മാരിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, പിന്നെ സ്വഹാബി റസൂലുള്ളാന്റെ സ്വഹാബികളിൽപ്പെട്ട എന്റെ പിതൃവ്യന്മാരായ അൻസാരികളായ ചിലർ പറഞ്ഞൊരു സംഭവം ഞാൻ ഉദ്ധരിക്കാം. ഖാലു ഉഗ്മിയ അലൈനാ ഹിലാലു ശവ്വാൽ, ശവ്വാൽ മാസത്തിന്റെ പിറവി ഞങ്ങൾക്ക് മൂടി. അഥവാ റമദാൻ 29 അന്ന് നോക്കി, മാസം അവിടെ ഉണ്ടായിരിക്കാം, പക്ഷെ മാസപ്പിറവി കണ്ടില്ല, അത് മൂടപ്പെട്ടു. ഫസ്ബഹ്ന സിയാമൻ, അപ്പൊ റമദാൻ 30 പൂർത്തീകരിക്കണമല്ലോ, മാസപ്പിറവി കണ്ടില്ല. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങളൊക്കെ നോമ്പുകാരാണ്. അങ്ങനെ ആ
പിറ്റേ ദിവസം നോമ്പ് എടുത്ത് വൈകുന്നേര സമയമായപ്പോൾ ഫജാ അറക്ബുൻ മിൻ ആഖിരിൻ നഹാർ, പകലിന്റെ അവസാന സമയത്ത് ഒരു യാത്രാ സംഘം മദീനയിൽ വന്നു. അങ്ങനെ ഷഹിദു ഇൻദ നബിയ്യി അന്നഹും റഅവുൽ ഹിലാല ബിൽ അംസി, ഇന്നലെ അവര് മാസപ്പിറവി കണ്ടു എന്ന സാക്ഷ്യം അവര് നബിയുടെ മുമ്പാകെ പറഞ്ഞു. അപ്പോ അവര് മാസപ്പിറവി കണ്ടിട്ട് പിന്നെ ഒരു രാത്രി മുഴുവനും അവർ സഞ്ചരിച്ചു. പിന്നെ പകല് ഏറെക്കുറെ ഒരു പകല് മുഴുവനും ഏതാണ്ട് അസർ കഴിഞ്ഞു മഗ്രിബാകാറായിട്ടുണ്ട്, അത്രയും ഏതാണ്ട് പകൽ ഉടനീളവും അവർ സഞ്ചരിച്ചു. അങ്ങനെ വന്ന ആളുകൾ ഞങ്ങൾ മാസപ്പിറവ് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ആ സാക്ഷ്യം നബി അംഗീകരിക്കുകയും നബി നോമ്പ് മുറിക്കുകയും ഫഅമറഹും റസൂലുള്ളാഹി യുഫ്തറു, ബാക്കിയുള്ളവരോട് നോമ്പ് മുറിക്കാൻ വേണ്ടി ആജ്ഞാപിക്കുകയും ചെയ്തു. അപ്പൊ പെരുന്നാളിസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർവാന്നത്തിൽ നമസ്കരിക്കണം, ദുഹാ സമയത്താണ് നിസ്കരിക്കേണ്ടത്. ആ നേരം കഴിഞ്ഞതുകൊണ്ട് യഖ്റുജു ഇലാ ഈദിഹിം മിനൽ ഗദ്, പെരുന്നാൾ ആഘോഷിക്കാൻ പെരുന്നാൾ നമസ്കാരത്തിന് നാളെ നിങ്ങൾ മുസല്ലയിലേക്ക് പുറപ്പെടൂ എന്ന് കൽപ്പിക്കുകയുമാണ് ചെയ്തത്. ഇത് ഇബ്നു മാജ റിവായത്ത് ചെയ്തതാണ്. അത് അൽബാനി സഹീഹാണെന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ഈ സംഭവം ഇതിനാണ് ഹദീസുർ റക്ബ് എന്ന് പറയാറുള്ളത്. ഇത് അനിഷേധ്യമായ വിധത്തിൽ നമ്മുടെ മുന്നിൽ തെളിയിച്ച് കാണിക്കുന്ന ചില വസ്തുതകളുണ്ട്. അത് നമ്മളൊന്ന് പരിശോധിക്കാം. ഒന്ന്, ഒരു രാത്രിയും ഏതാണ്ട് ഒരു പകൽ ഉടനീളവും യാത്ര ചെയ്താൽ എത്താവുന്ന ദൂരത്താണ് മാസപ്പിറവി കണ്ടത്. എന്നിട്ട് ആ കാഴ്ച നബി അത് നമ്മുടെ പ്രദേശത്തല്ലല്ലോ, മദീനത്തല്ലല്ലോ, നമ്മുടെ മഹല്ലിലല്ലല്ലോ എന്ന് പറഞ്ഞ് സ്വീകരിക്കാതിരുന്നില്ല. നബി അവരോട് ചോദിച്ചതുമില്ല, നിങ്ങൾ എവിടുന്നാണ് മാസപ്പിറവി കണ്ടത്, ഞങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്തിനകത്തു വെച്ചാണോ പുറത്തു വെച്ചാണോ എന്ന് ചോദിച്ചതുമില്ല. അപ്പൊ അത് പരിഗണിക്കേണ്ടതില്ല, ദൂരപരിധി പരിഗണിക്കേണ്ടതില്ല എന്ന് ഈ സംഭവം നമുക്ക് ഒരു നല്ല പാഠം നൽകുന്നു. രണ്ട്, ഇതിൽ നിന്ന് കിട്ടുന്ന പാഠം, ശവ്വാൽ മാസപ്പിറവി കണ്ടാൽ രണ്ട് കാര്യമാണ് ആ പിറവിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഒന്ന്, നോമ്പ് അവസാനിപ്പിക്കുക, മറ്റൊന്ന് പെരുന്നാൾ ആഘോഷിക്കുക. പകലിന്റെ അവസാന സമയത്താണ് നബിക്ക് വിവരം ലഭിക്കുന്നത്. അപ്പോൾ നോമ്പ് മുറിക്കാൻ സാധിക്കുന്നതിനാൽ നബി നോമ്പ് മുറിക്കാൻ പറഞ്ഞു. അതേ സന്ദർഭത്തിൽ വിവരം ലഭിക്കുന്ന സമയത്ത് പെരുന്നാൾ നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, സമയം വൈകിയാണ് കിട്ടിയത്. അപ്പൊ അത് പിറ്റേ ദിവസത്തെ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി പുറപ്പെടാനും പറഞ്ഞു. അപ്പൊ ഈ കാഴ്ച കൊണ്ട് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളിൽ ഒന്നേ ചെയ്യാൻ സാവകാശമുള്ളൂ, അത് ചെയ്യാൻ പറഞ്ഞു, മറ്റത് പിറ്റേ ദിവസത്തേക്ക് നീട്ടിവെക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ നിന്ന് പിന്നെ നമുക്ക് കിട്ടുന്നൊരു പാഠം, ഇങ്ങനെ സമയം തെറ്റി വിവരം ലഭിക്കുകയാണെങ്കിൽ നോമ്പ് കഴിഞ്ഞിട്ട് പെരുന്നാൾ ആഘോഷിക്കുന്നതിനിടക്ക് ഒരു ദിവസം ഗ്യാപ്പ് വരാം, ഒരു ശൂന്യദിനം വരാം. അതിന് ശറഅയിൽ യാതൊരു കുഴപ്പമല്ല എന്നും കൂടി, അങ്ങനെയുള്ള ഒരു ശൂന്യദിനം നിലനിൽക്കുന്നത് ശറഅയിൽ അതിന് യാതൊരു തെറ്റുമില്ല എന്നും കൂടി ഇതിന് തെളിവാണ്. അപ്പൊ ചില ആളുകൾക്ക് അതൊക്കെ ഒരു വലിയ വിഷയമായിട്ട് തോന്നും. നോമ്പ് അന്ന് കഴിഞ്ഞു, പിന്നെ പിറ്റേ ദിവസം പെരുന്നാളില്ല, അതിന്റെ പിറ്റേ ദിവസം പെരുന്നാളോ, ഇടയ്ക്കൊരു ഗ്യാപ്പോ, അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എങ്കിൽ കുഴപ്പമില്ല എന്നാണ് ഈ ഹദീസ് പഠിക്കുന്നത്. കാരണം നബി തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ ഇന്ന് പെരുന്നാൾ നിസ്കരിക്കാൻ നമുക്ക് സമയമല്ല, കാരണം അതിന്റെ സമയം തെറ്റി, ഇനി നാളെ നിങ്ങൾ പോയിക്കോളി. ഇന്ന് ആ ദിവസം നോമ്പെടുത്തോ, അവസാന നിമിഷമാണ് വരുന്നതെങ്കിൽ പോലും നബി നോമ്പ് മുറിച്ചു, സഹാബത്തിനോട് നോമ്പ് മുറിപ്പിക്കുകയും ചെയ്തു. അപ്പൊ നോമ്പിലും ഈദുൽ ഫിത്തറിലും മാത്രമല്ല, ഹജ്ജ്, അറഫ, ഈദുൽ അദ്ഹ എന്നിവ തീരുമാനിക്കുന്നതിലും ദൂരദിക്കുകളിലുള്ള കാഴ്ച സച്ചരിതരായ സലഫുകൾ അംഗീകരിക്കാറുണ്ടായിരുന്നു. നബി ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഖുലഫാക്കളും ആദ്യകാലക്കാരായ സലഫുകളും ഇതുപോലെ ദൂരദിക്കിലുള്ള കാഴ്ച ഈദുൽ ഫിത്തർ നിശ്ചയിക്കുന്നതിന്, അതുപോലെ തന്നെ ഈദുൽ അദ്ഹ നിശ്ചയിക്കുന്നതിന്, അറഫ ദിവസം നിശ്ചയിക്കുന്നതിന്, ഹജ്ജ് നിശ്ചയിക്കുന്നതിന് അവർ സ്വീകരിക്കാറുണ്ടായിരുന്നു. ഖുലഫാക്കളുടെ കാലത്തും തുടർന്നും പിന്നെ ദൂരദിക്കുകളിൽ നിന്ന് വരുന്ന ഹാജിമാരോട് അവരുടെ നാട്ടിൽ പിറവി കണ്ടതിനെ കുറിച്ച് ചോദിച്ചന്വേഷിക്കും. അങ്ങനെ അവര് നേരത്തെ മക്കയിൽ കണ്ടതിനേക്കാളും നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ സാക്ഷ്യം സ്വീകരിച്ച് അറഫാദിനെ നിശ്ചയിക്കുന്ന രീതിയാണ് നിലനിന്നു പോന്നിരുന്നത്. ഇത് വിശദമായി പരിശോധിച്ച ശേഷം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാ അദ്ദേഹം നടത്തുന്ന ഒരു നിരീക്ഷണം ഞാൻ വായിക്കാം, വളരെ പ്രസക്തമാണത്. وأيضا فإن هلال الحج ما زال المسلمون يتمسكون فيه برؤية الحجاج القادمين وإن كان فوق مسافة القصر. അദ്ദേഹത്തിന്റെ ഫത്താവയിലുള്ള ഒരു വാചകമാണ്. ഹജ്ജ് മാസത്തിന്റെ പിറവിയുടെ കാര്യത്തിലും മുസ്ലിങ്ങൾ ദൂരദിക്കുകളിൽ നിന്ന് വരുന്ന ഹാജിമാരുടെ കാഴ്ച അവലംബമാക്കി പോന്നിരുന്നു.
നമസ്കാരം ചുരുക്കാവുന്ന ദൂരപരിധിക്കപ്പുറത്തു നിന്നുള്ളവരാണെങ്കിൽ പോലും അവിടുന്ന് വരുന്ന ആളുകൾ കണ്ടു എന്ന് സാക്ഷി പറഞ്ഞാൽ ആ സാക്ഷ്യം സ്വീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് ഹജ്ജും അറഫയും നിശ്ചയിച്ചിരുന്നത്. ഇതാണ് മുൻകാലത്ത് നിലനിന്ന് പോന്നിരുന്ന ചര്യ. ഇതാണ് ഈ ഹദീസുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പിറവി കണ്ട് പുതിയ മാസം തുടങ്ങിയതായ പ്രഖ്യാപനം സമയത്തിന് ലഭിക്കുന്നവർക്കേ അതിന്റെ അടിസ്ഥാനത്തിൽ അമലുകൾ ക്രമപ്പെടുത്താൻ സാധിക്കുള്ളൂ. അതിന് നേരത്തിന് സമയത്തിന് വിവരം കിട്ടിയിട്ടില്ലെങ്കിൽ ആ പിന്നീട് വൈകി കിട്ടുന്ന വിവരത്തിന് യാതൊരു സ്വാധീനമല്ല, അത് വിട്ടുകളയാനാ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ റമദാൻ മാസപ്പിറവിയെക്കുറിച്ചുള്ള വിവരം എപ്പോ കിട്ടണം? ഷാബാൻ കഴിഞ്ഞു, റമദാൻ പിറവി കണ്ടു. പക്ഷെ കണ്ട വിവരം നമുക്ക് ലഭിക്കുന്നത് സുബഹിന് ശേഷമാണ് കിട്ടുന്നത്. ഒരു കാര്യമല്ല, കാരണം സുബഹിന് മുമ്പ് വിവരം കിട്ടിയെങ്കിലേ നമുക്ക് നാളെ ഞാൻ നോമ്പ് നോൽക്കുന്നു എന്ന് നിയ്യത്ത് വെക്കാനും നമുക്ക് നോമ്പ് തുടങ്ങാനും സാധിക്കുള്ളൂ. മറിച്ച് വൈകി കിട്ടുന്ന വിവരത്തിന് യാതൊരു സ്വാധീനവുമില്ല, യാതൊരു പ്രഭാവമല്ല. കാരണം നിർബന്ധമായ നോമ്പുകൾ, റമദാനിലെ നോമ്പ് തലേ രാത്രി തന്നെ നിയ്യത്തുറപ്പിക്കേണ്ടത് നിർബന്ധമാണ്. ഹഫ്സ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, മല്ലം യുബയ്യിത്തി സുയാമ മിനൽ ലൈലി ഫലാ സുയാമ ലഹു. നസായിയുടെ റിവായത്താണ്, സഹീഹായ റിവായത്താണ്. അതിൽ പറയുന്നത്, തലേ രാത്രിയിൽ ഒരാൾ നാളെ നോമ്പ് നോൽക്കാൻ തീരുമാനം ഉറപ്പിച്ചിട്ടില്ല എങ്കിൽ, അതിന് പറ്റിയിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം അയാൾക്ക് നോമ്പില്ല. ഇത് ഫർള നോമ്പിന്റെ കാര്യം. എന്നാൽ സുന്നത്ത് നോമ്പുകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് നോമ്പ് എടുക്കാൻ വേണ്ടി രാത്രി തീരുമാനിച്ചിട്ടുണ്ടാവില്ല, നിയ്യത്ത് വെച്ചിട്ടുണ്ടാവില്ല. രാവിലെ വന്നതിന് ശേഷം ഭാര്യമാരുടെ അടുക്കൽ വന്നിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാണ്ടോന്ന് ചോദിക്കില്ല, ഇന്നിവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ വാനസ്വായും, ഞാൻ നോമ്പുകാരനാന്ന് പറയും. പക്ഷെ അത് ഫർള നോമ്പില്, നിർബന്ധമായ നോമ്പിൽ അത് നടക്കൂല. അപ്പോൾ റമദാനിലെ നോമ്പാണെങ്കിൽ ആ മാസപ്പിറവി കണ്ട വിവരം നമുക്ക് സുബഹിന്റെ മുമ്പ് കിട്ടിയിരിക്കണം എങ്കിൽ മാത്രമേ. അപ്പൊ മാസപ്പിറവി കണ്ടിട്ട് നമുക്കത് കിട്ടാൻ എത്ര സമയം ഉണ്ടാവുള്ളൂ? ഒരു 5-8 മണിക്കൂറിന്റെ ഗ്യാപ്പുണ്ട്. അതിലിടക്ക് വിവരം കിട്ടണം. അപ്പോൾ വളരെ ദൂരത്തൊക്കെ കണ്ട കാഴ്ചനെ കുറിച്ചിട്ട് നമുക്ക് വിവരം പഴയ കാലത്തൊന്നും ആണെങ്കിൽ കിട്ടൂല. ഇന്നൊരു പ്രയാസമില്ല എന്ന് മാത്രം, പക്ഷെ പഴയ കാലത്ത് അത് കിട്ടൂല. ശവ്വാൽ മാസപ്പിറവി സംബന്ധിച്ച വിവരം ദൂരദിക്കുകളിലേക്ക് എത്തിക്കാൻ കുറച്ചും കൂടി കിട്ടും. കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നേരം വെളുത്തിട്ട് രാവിലെ ഒരു 7 മണിക്ക് 8 മണിക്കാ വിവരം കിട്ടണമെന്ന് വിചാരിച്ചാലും അപ്പം തന്നെ ആളെ കൂട്ടിയിട്ട് പെരുന്നാൾ സ്കരിക്കാൻ, നോമ്പ് മുറിക്കാൻ പറ്റും. ഈ രണ്ട് കാര്യം ചെയ്യുന്നതിൽ ഒന്നെന്താണെങ്കിലും പകലിന്റെ അവസാനം വരെ, മറ്റേ ഹദീസുർ റക്ബ് പോലെ അതിന് അസറിന്റെ നേരത്താണ് കിട്ടുന്നതെങ്കിൽ പോലും നോമ്പ് മുറിക്കാൻ പറ്റും, പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റൂല. ഇതാണ് അതിന്റെ കാര്യം. എന്നാൽ ദുൽഹിജ്ജന്റെ മാസപ്പിറവിയോ അത് പിന്നെയും സാവകാശം കിട്ടും. കാരണം ദുൽഹിജ്ജ 8-നാണ് നമ്മൾ മിനയിൽ നിൽക്കുക. അപ്പൊ ഒരു 6-7 വരെ വരുന്ന ആളുകൾ വിവരം പറയുകയാണെങ്കിലും അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാൻ പറ്റും. അപ്പോ ദുൽഹിജ്ജന്റെ കാര്യമാണെങ്കിൽ പിന്നെ അത് പരിശോധിച്ച് ഉറപ്പുവരുത്താൻ ഹജ്ജ്, അറഫ, ഈദുൽ അദ്ഹ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രമീകരിക്കാനും കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും കുറെ കൂടി സമയം സാവകാശം ഉണ്ടാകും. ചുരുക്കത്തിൽ നോമ്പും പെരുന്നാളും തീരുമാനിക്കേണ്ടത് മാസപ്പിറവി കാണുന്നതിന് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം. ഗോളശാസ്ത്രപ്രകാരം ആകാശമണ്ഡലത്തിൽ ന്യൂമോൺ സംഭവിച്ചുവോ എന്ന് നോക്കിയിട്ടല്ല തീരുമാനിക്കേണ്ടത്. അതുപോലെ ഗോളശാസ്ത്ര കണക്കും പഞ്ചാംഗവും അനുസരിച്ചും തീരുമാനിക്കാവുന്നതല്ല. ഭൂലോകത്ത് വസിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ അവന്റെ നഗ്നനേത്രം കൊണ്ട് പിറവി കാണുകയും അത് സാക്ഷ്യപ്പെടുത്തിയ സാക്ഷ്യം പരിശോധിച്ചുറപ്പുവരുത്തി ഒരു ഭരണാധികാരി പ്രഖ്യാപിക്കുകയും ചെയ്യണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് നോമ്പും പെരുന്നാളും തീരുമാനമാകുക. ആ വിവരം യഥാസമയത്ത് ലഭ്യമാകുന്ന ഏതൊരാൾക്കും, അയാൾ ഭൂലോകത്ത് ഏത് കോണിൽ വസിക്കുന്നവനാണെങ്കിലും ആ കാഴ്ച സ്വീകരിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അയാൾക്ക് ബാധ്യതയുണ്ട്. അതാണ് പ്രമാണരേഖകളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളത്. സച്ചരിതരായ സലഫുകൾ അவ்விதമാണ് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചു പോന്നിട്ടുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇക്കാര്യം വളരെ വ്യക്തമായി പറയുന്നത് ശ്രദ്ധിക്കുക. ഫതലഖസ് അന്നഹു മൻ ബലഗഹു റുഅയത്തുൽ ഹിലാലി ഫിൽ വഖ്തില്ലദി യുഅദ്ദി ബിതിൽക റുഅയത്തി അസ്സൗമ അവിൽ ഫിത്ര അവിൻ നുസുക് വജബ ഇഅ്തിബാറു ദാലിക ബിലാ ശക്ക് വന്നുസൂസ് വആഥാറു السلف تدل على ذلك ومن حدد ذلك بمسافة قصر أو إقليم فقوله مخالف للعقل والشرع ومن لم يبلغه إلا بعد الأداء وهو مما لا يقضى كالعيد المفعول والنسك فهذا لا تأثير له وعليه الإجماع الذي حكاه ابن عبد البر. ഈ പറഞ്ഞതിന്റെ അർത്ഥം ചുരുക്കത്തിൽ ഇങ്ങനെയാണ് ഈ വിഷയത്തിന്റെ കാര്യം കിടക്കുന്നത്. ഏതൊരാൾക്ക് പിറവി കണ്ട വിവരം
ആ കാഴ്ചയെ അടിസ്ഥാനപ്പെടുത്തി നോമ്പെടുക്കാനോ നോമ്പ് അവസാനിപ്പിച്ച് ഫിത്ർ ആഘോഷിക്കാനോ അല്ലെങ്കിൽ ബലി നടത്താനോ പറ്റാവുന്ന സമയത്ത് ലഭിക്കുന്നുവോ സംശയരഹിതമായും അത് പരിഗണിക്കൽ അയാൾക്ക് നിർബന്ധമാണ്. പ്രമാണരേഖകളും സലഫുകളുടെ നടപടിക്രമങ്ങളും അതാണ് അറിയിക്കുന്നത്. അതിന് ആരെങ്കിലും നമസ്കാരം ചുരുക്കാത്ത ദൂരത്തിനുള്ളിലാവണമെന്നോ അല്ലെങ്കിൽ ഒരു ഭൂഖണ്ഡത്തിന്റെ ഉള്ളിലെന്നോ ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പരിധി നിശ്ചയിക്കുകയാണെങ്കിൽ അവന്റെ ആ വാദം ശറഅന് യോജിക്കാത്തതാണ്, ബുദ്ധിക്ക് നിരക്കാത്തതാണ്. എന്നാൽ കാര്യം കഴിഞ്ഞ ശേഷമാണ് ഒരാൾക്ക് വിവരം ലഭിക്കുന്നതെങ്കിൽ പെരുന്നാൾ ബലി പോലെ കഴിഞ്ഞുപോയ കർമ്മങ്ങൾ ഖളാ വീട്ടേണ്ടതില്ല. അപ്പോൾ ആ വിവരത്തിന് ഒരു സ്വാധീനമോ പ്രഭാവമോ ഉണ്ടാവില്ല എന്ന് സാരം. ഇക്കാര്യത്തിൽ ഇജ്മാ ഉള്ളതായി ഇബ്നു അബ്ദുൽ ബർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ സമയം തെറ്റിക്കിട്ടുന്ന വിവരങ്ങൾ, ഇങ്ങനെ സമയം തെറ്റിയിട്ടാണ് വിവരം കിട്ടുന്നത്, എന്തു ചെയ്യും? ഇതൊരു ഗൗരവമുള്ള വിഷയമാണല്ലോ. ആ വിഷയത്തിന്റെ വിധി എന്താണ്? ഇത് സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ ഹദീസുകളിലും പ്രമാണരേഖകളിലുണ്ട്. അതിനുള്ള ഒരു ഹദീസ് ഉദ്ധരിക്കാം. പ്രസിദ്ധമായ ഹദീസ് ഖുറൈബ് എന്ന് പറയും, ചിലപ്പോ ഹദീസ് ഇബ്നു അബ്ബാസ് എന്ന് പറയും. ആ ഹദീസ് ഞാൻ വായിക്കാം, അതിന്റെ പൂർണ്ണ രൂപം ഒന്ന് കേൾക്കുക. ഖുറൈബിൽ നിന്നുള്ള റിവായത്താണ്, ഇമാം മുസ്ലിമിന്റേതാണ്. അന്ന ഉമ്മൽ ഫളൽ ബിൻതൽ ഹാരിസ് ബഅസതുഹു ഇലാ മുആവിയത ബിശ്ശാം. ഈ ഖുറൈബ് എന്ന് പറയുന്ന ആള് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മൗലിയായിരുന്നു. ഉമ്മുൽ ഫളല് അദ്ദേഹത്തെ ഷാമിലേക്ക് പറഞ്ഞയച്ചു, മുആവിയന്റെ അടുക്കലേക്ക്. ഷാമിൽ അന്നത്തെ ഭരണാധികാരി മുആവിയാണ്. മുആവിയന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. ഖാല, അദ്ദേഹം പറയാണ്, ഫഖദിംതു ഷാം, അങ്ങനെ ഞാൻ ഷാമിൽ വന്നു. ഫഖളൈതു ഹാജതഹ, ഉമ്മുൽ ഫളൽ എന്നെ നിയോഗിച്ചയച്ചിട്ടുള്ള ആവശ്യം എന്താണോ അതെല്ലാം ഞാൻ നിറവേറ്റി. വസ്തുഹില്ല അലയ്യ റമളാനു വഅന ബിശ്ശാം, ഞാൻ ഷാമിലായിരിക്കുമ്പോഴാണ് റമളാൻ മാസം തുടങ്ങിയത്. റമളാൻ മാസം തുടങ്ങിയെന്നുള്ള പ്രഖ്യാപനം വന്നു. ഫറഅയ്തുൽ ഹിലാല യൗമൽ ജുമുഅ, അത് ഒരു വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ച വെള്ളിയാഴ്ച രാവിലാണ് മാസപ്പിറവി ഉണ്ടായത്. ഞാനത് കണ്ടു. അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾ കണ്ടു. സുമ്മ ഖദിംതുൽ മദീന, പിന്നെ റമളാൻ മാസത്തിൽ തന്നെ ഞാൻ മദീനയിലേക്ക് തിരിച്ചു വന്നു. ഒരു 10-12 ദിവസത്തെ യാത്ര ഉണ്ടാകും. അങ്ങനെ റമളാനിന്റെ അവസാനത്തിലാണ് ഞാൻ മദീനയിലെത്തിയത്. മദീനയിലെത്തിയപ്പോൾ ഫസഅലനി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് എന്നോട് അവിടുത്തെ ഷാമിലെ കാര്യങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിച്ചു. ആ കൂട്ടത്തിൽ സുമ്മ ദക്കറൽ ഹിലാൽ, മാസപ്പിറവിയും അദ്ദേഹം പരാമർശിക്കണ്ടായി. ഫഖാല, അങ്ങനെ ഇബ്നു അബ്ബാസ് ചോദിക്കുകയാണ്, മത്താ റഅയ്തുമുൽ ഹിലാൽ, നിങ്ങൾ എപ്പോഴാണ് അവിടെ ഷാമിൽ മാസപ്പിറവി കണ്ടത്? ഫഖുൽതു, ഞാൻ പറഞ്ഞു, റഅയ്നാഹു ലൈലത്തൽ ജുമുഅ, ഞങ്ങൾ വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ചതിന് ശേഷം, നമ്മൾ വെള്ളിയാഴ്ച രാവ് എന്ന് പറയുന്ന ആ രാവിലാണ് കണ്ടത്. ഫഖാൽ, അപ്പൊ ഇബ്നു അബ്ബാസ് ചോദിച്ചു, അൻത റഅയ്തഹു, നീ കണ്ടോ മാസം? ഫഖുൽതു നഅം വറആഹു അന്നാസ്, അതെ ഞാൻ കണ്ടിരുന്നു. ഞാൻ മാത്രമല്ല അവിടെയുള്ള മറ്റ് ജനങ്ങളും കണ്ടിരുന്നു. വസാമ മുആവിയത്തു, മുആവിയ റളിയല്ലാഹു അൻഹു നോമ്പെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം അവിടെയുള്ള ജനങ്ങളും നോമ്പെടുത്തിട്ടുണ്ട്. ഫഖാൽ, അപ്പൊ ഇബ്നു അബ്ബാസ് പറയാണ്, ലാകിന്നാ റഅയ്നാഹു ലൈലത്തസ് സബ്ത്, ഞങ്ങൾ വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ച വെള്ളിയാഴ്ച രാവ് എന്ന് പറയുന്ന ആ ദിവസത്തിൽ ഞങ്ങളിവിടെ മദീനത്ത് കണ്ടിട്ടില്ല. ഒരു ദിവസം വൈകി വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിച്ച ശനിയാഴ്ച രാവിലാണ് കണ്ടത്. അതുകൊണ്ട് ഫലാ നസാലു നസൂമു ഹത്താ നുക്മില 30 ഔ നറാഹു, ഞങ്ങൾ നോമ്പ് തുടങ്ങിയ അന്ന് മുതൽ 29 വരെ പോകും. 29ന്റെ അന്ന് മാസപ്പിറവി നോക്കും. കണ്ടാൽ പിറ്റേന്ന് പെരുന്നാൾ, ഇല്ലെങ്കിൽ 30 പൂർത്തിയാക്കും. അല്ലാണ്ട് ഷാമുകളിലുള്ള ആളുകൾ കണ്ടതനുസരിച്ചാണെങ്കിൽ 28ന്റെ അന്ന് നോക്കേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ നോക്കൂല. ഞങ്ങൾ 29ന്റെ അന്നേ നോക്കുള്ളൂ. അന്ന് കണ്ടാൽ ഞങ്ങൾ നോമ്പ് മുറിച്ചിട്ട് പിറ്റേന്ന് പെരുന്നാൾ. അന്ന് കണ്ടില്ലെങ്കിൽ 30 പൂർത്തീകരിച്ച് അതിന്റെ പിറ്റേ ദിവസം പെരുന്നാൾ. അപ്പൊ ഞാൻ ചോദിച്ചു, അവലാ തക്തഫി ബിറുയത്തി മുആവിയ വസിയാമിഹി, മുആവിയ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് കാണുകയും അദ്ദേഹം നോമ്പ് പിടിക്കുകയും ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് മതിയാവില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഫഖാല, പറ്റില്ല, ഹാകദ അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ഞങ്ങളോട് കൽപ്പിച്ചത്. പറ്റില്ല, അങ്ങനെയാണ് കൽപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തുടങ്ങിയ അന്ന് മുതൽ 29 പൂർത്തിയാക്കണം, എന്നിട്ട് മാസപ്പിറവി നോക്കിയാൽ മതി. അല്ലാതെ ഇടയ്ക്ക് കിട്ടിയ വിവരത്തിന് യാതൊരു സ്വാധീനമല്ല. ഇടയ്ക്ക് കിട്ടിയ വിവരത്തിന് ഒരു സ്വാധീനമല്ല. നിങ്ങൾ ഇടയ്ക്ക് പറഞ്ഞ അത് സമയത്തിന് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങളും അന്ന് നോമ്പ് നോൽക്കായിരുന്നു. ഞങ്ങളും വെള്ളിയാഴ്ച മുതൽ നോമ്പ് തുടങ്ങും. അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച മുതൽ തുടങ്ങിയ 29ന്റെ അന്ന് ഞങ്ങൾ നോക്കും. പക്ഷെ അന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടിയില്ല. പിറ്റേന്നാണെങ്കിൽ ഞങ്ങൾക്ക് എന്നാണോ തുടങ്ങിയത് അന്ന് മുതൽ 29 വരെ നോറ്റിട്ട് 29ന്റെ അന്നാണ് നോക്കുക, അല്ലാതെ 28ന്റെ അന്ന് നോക്കൂല. ഇതാണ് നബി ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിന്റെ പാഠം
ആ വാക്കുകളിൽ നിന്ന് അതിന്റെ വാക്യാർത്ഥത്തിൽ തന്നെ വ്യക്തമാണ്, വൈകി കിട്ടിയ വിവരം വെച്ചിട്ട് നിങ്ങൾ അമല് ചെയ്യണ്ട. അങ്ങനെയാണെങ്കിൽ 28 നോമ്പായി പോകും. മറിച്ച് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ എന്ന് തുടങ്ങിയോ അന്ന് മുതൽ 29 വരെ പോണം. 29ന്റെ അന്ന് നോക്കുക, കണ്ടാൽ പിറ്റേ ദിവസം, ഇല്ലെങ്കിൽ 30 പൂർത്തീകരിച്ച് അതിന്റെ പിറ്റേ ദിവസം. ഇതാണ് ഹദീസ്. ഇതിനാണ് ഹദീസ് ഖുറൈബ് എന്ന് പറയും, ചിലപ്പോൾ ഹദീസ് ഇബ്നു അബ്ബാസ് എന്ന് പറയും. ഈ സംഭവത്തില് നമ്മൾ വളരെ വിശകലനം ചെയ്യേണ്ട പോയിന്റ്, റമദാൻ മാസപ്പിറവി കണ്ട വിവരം നോമ്പെടുക്കാവുന്ന സമയത്ത് കിട്ടാതെ ഇപ്പൊ ഈ സംഭവത്തിൽ പറഞ്ഞതുപോലെ വൈകിയാണ് ലഭിച്ചതെങ്കിൽ അവർ എന്ന് മുതലാണോ നോമ്പ് തുടങ്ങിയത് അന്ന് മുതൽ 29 ദിവസം വരെ നോമ്പ് തുടരണം. അതാണ് ഇബ്നു അബ്ബാസ് പറഞ്ഞത്. 29ാമത്തെ നോമ്പിന് മാസപ്പിറവി നോക്കണം, കണ്ടാൽ നോമ്പ് അവസാനിച്ച് പിറ്റേ ദിവസം പെരുന്നാൾ ആഘോഷിക്കണം. ഇനി അന്ന് 29ന്റെ അന്ന് കണ്ടില്ലെങ്കിലോ 30 പൂർത്തീകരിക്കണം. വൈകി കിട്ടിയ വിവരമനുസരിച്ച് നേരത്തെ കണ്ടവർക്ക് റമദാൻ 29 തികഞ്ഞു, ഷാമിലുള്ളവർക്ക് 29 തികഞ്ഞു എന്ന പരിഗണനയിൽ മദീനത്തുള്ളവർക്ക് 28 ആയിട്ടുള്ളൂ. അവർ 28ന് മാസപ്പിറവി നോക്കേണ്ടതുണ്ടോ? നോക്കേണ്ടതില്ല. വൈകി കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ റമദാനിന്റെ തുടക്കത്തിൽ ഒരു നോമ്പ് ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ നഷ്ടപ്പെട്ട നോമ്പ് ഖളാ വീട്ടേണ്ടതുണ്ടോ? അത് ഖളാ വീട്ടേണ്ടതുമില്ല. അങ്ങനെ ഒരു നോമ്പ് ഖളാ വീട്ടേണ്ടതുണ്ടായിരുന്നുവെങ്കിൽ അക്കാര്യം ഇബ്നു അബ്ബാസ് വ്യക്തമാക്കുമായിരുന്നു. അത്തരം സാഹചര്യങ്ങളിൽ പല റമദാൻ മാസങ്ങളിലും ആവർത്തിക്കപ്പെട്ടിട്ടും ഇബ്നു അബ്ബാസോ മറ്റു സഹാബിമാരോ അല്ലെങ്കിൽ സലഫുസ് സാലിഹ്യങ്ങളോ ഖളാ വീട്ടാൻ മുതിർന്ന ഉദ്ധരണികളില്ലതാണ്. അതിന് യാതൊരു ഇഫക്റ്റും ഇല്ല. വൈകി കെട്ടിയ കാഴ്ചക്ക് വിവരത്തിന് യാതൊരു സ്വാധീനമല്ല. ഇത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ വളരെ വ്യക്തമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. വൽ ഹുജ്ജത്തു ഫീ അന്നാ നഅലമു ബിയഖീൻ അന്നഹു മാ സാല ഫീ അഹദി الصحابة والتابعين يرى الهلال في بعض أمصار المسلمين بعد بعض فإن هذا من الأمور المعتادة التي لا تبديل لها ولا بد أن يبلغهم الخبر في أثناء الشهر فلو كانوا يجب عليهم القضاء لكانت هممهم تتوفر على البحث عن رؤيته في سائر بلدان الإسلام كتوفرها على البحث عن رؤيته في بلدي ولكان القضاء يكثر في أكثر الرمضانات ومثل هذا لو كان لنقل ولما لم ينقل دل على أنه لا أصل له وحديث ابن عباس يدل على هذا. ഈ സംഭവത്തിലുള്ള തെളിവ് സഹാബികളുടെയും താബിഈകളുടെയും കാലത്ത് ചില മുസ്ലിം പട്ടണങ്ങളിൽ മാസപ്പിറവി കാണാറുണ്ടായിരുന്നത് മറ്റു ചില പട്ടണങ്ങൾക്ക് ശേഷമായിരുന്നു. അപ്പൊ ഈ സംഭവത്തിൽ നമുക്കറിയാലോ, ഷാം കണ്ടിന്റെ ശേഷമാണ് മദീനത്ത് കണ്ടത്. ഇത് നമുക്ക് ദൃഢബോധ്യമുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല അതൊരിക്കലും മാറ്റം വരാത്ത പ്രതിഭാസങ്ങളിൽ പെട്ടതാണ്. സ്വഹാബത്തിന്റെ കാലത്താണെങ്കിലും നമ്മളെ കാലത്താണെങ്കിലും ചില സ്ഥലത്ത് കണ്ടിന്റെ ശേഷം വേറെ സ്ഥലത്ത് കാണുള്ളൂ. ഇതൊരു പ്രാപഞ്ചികമായ പ്രതിഭാസമാണ്, അതിലൊരു മാറ്റവും വരൂല. സ്വാഭാവികമായും ആ വിവരം പിന്നീട് അവർക്ക് എത്തുക റമദാൻ മാസം അവസാനിക്കുന്നതിനിടക്കായിരിക്കും. അങ്ങനെ നഷ്ടപ്പെടുന്ന നോമ്പ് ഖളാ വീട്ടൽ അവർക്ക് നിർബന്ധമായിരുന്നുവെങ്കിൽ സ്വന്തം നാട്ടിലെ പിറവി അന്വേഷിക്കുന്ന പോലെ തന്നെ മറ്റു മുസ്ലിം നാടുകളിൽ നേരത്തെ പിറവി ഉണ്ടായിട്ടുണ്ടോ, സമയം കഴിഞ്ഞിട്ടാണെങ്കിലും അതിനെ കുറിച്ച് അവർ അന്വേഷിക്കണം. അത് കാര്യമായി അന്വേഷിക്കണം. അപ്പോൾ മിക്ക റമദാനുകളിലും ഇത്തരം ഖളാഉകൾ അധികരിക്കും. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് മുൻകാലത്ത് എങ്കിൽ അത് ഉദ്ധരിക്കപ്പെടണം. അങ്ങനെ ഒന്നും ഉദ്ധരിക്കപ്പെടാത്ത നിലയിൽ അതിനൊരു അടിസ്ഥാനവുമില്ല എന്ന കാര്യം വ്യക്തമാണ്. ഇബ്നു അബ്ബാസിന്റെ ഹദീസിൽ ഇക്കാര്യാണ് അറിയിക്കുന്നത്. വൈകി കിട്ടിയതുകൊണ്ട് നമ്മൾ ആ നഷ്ടപ്പെട്ടത് ഖളാ വീട്ടാനും നമ്മൾ മുതിരേണ്ടതില്ല. മാത്രമല്ല അവരുടെ കാഴ്ചന്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ 28ന്റെ അന്ന് മാസം നോക്കാനും പോകേണ്ടതില്ല. നമ്മൾ കണ്ടു തുടങ്ങി അന്ന് മുതൽ നമ്മൾ 29ന്റെ അന്നാണ് നോക്കേണ്ടത് എന്നാണ് അതിന് കിട്ടുക. പിന്നെ ദൂരദിക്കുകളിൽ പിറവി കണ്ട വിവരം സമയത്തിന് ലഭിക്കാത്ത സാഹചര്യത്തിൽ ഓരോ നാട്ടിലെയും ഭരണാധികാരികൾ അവിടുത്തെ കാഴ്ചയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തീരുമാനമെടുക്കണം. അഥവാ 29ന് സ്വന്തം നാട്ടിൽ കണ്ടെങ്കിൽ ആ സാക്ഷ്യം പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും വിദൂര ദിക്കുകളിൽ കണ്ട വിവരം സമയത്തിന് കിട്ടിയാൽ അത് സ്വീകരിക്കുകയും കിട്ടിയിട്ടില്ല എങ്കിൽ യഥാസമയം വിവരം കിട്ടാത്ത സാഹചര്യത്തിൽ 30 പൂർത്തീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യണം. ഇതാണ് ഇബ്നു അബ്ബാസ് പറഞ്ഞത്. അന്ന് നിങ്ങൾ പറഞ്ഞ് നേരത്തിന് കിട്ടിയില്ല, അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ച അനുസരിച്ച് സ്വീകരിച്ചു, അതനുസരിച്ച് ഞങ്ങൾ പൂർത്തീകരിക്കും. ഇതാണ് ഇബ്നു അബ്ബാസ് പറയുന്നത്. ഇതാണ് ഖുറൈബിനോട് ഇബ്നു അബ്ബാസ് പറഞ്ഞത്. ഇല്ല, അപ്രകാരമാണ് നബി ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത്. ഈ പരാമർശത്തിന്റെ പ്രായോഗികമായ വിശദീകരണം ഇതാണ്. ഹദീസ് ക്രോഡീകരിച്ച പല മുഹദ്ദിസുകളും അതേപോലെ മുൻഗാമികളായ പല ഫുഖഹാക്കളും മേൽ ഹദീസിനെ ഈ അർത്ഥത്തിൽ വിശദീകരിച്ചത് കാണാം. എന്ന് വെച്ചാൽ നേരത്തിന് കിട്ടിയില്ലെങ്കിൽ അതത് നാട്ടിലെ ഭരണാധികാരി അവിടുത്തെ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കട്ടെ. അതേ നിവൃത്തിയുള്ളൂ.
ഉദാഹരണമായി ഈ ഹദീസ് ഉദ്ധരിച്ച തിർമിദി ആ ഹദീസിന് കൊടുത്തിട്ടുള്ള തലവാചകം നോക്കൂ. മാ ജാഅ ലികുല്ലി അഹ്ലി ബലദിൻ റുഅയതുഹും. ഓരോ നാട്ടുകാർക്കും അവരുടെ കാഴ്ച എന്നതു സംബന്ധിച്ചത് വന്ന ഹദീസ് വിശദീകരിക്കാനുള്ളത്. എപ്പോഴാണ് ഓരോ നാട്ടുകാർക്കും അവരുടെ കാഴ്ച എന്ന് പറയുന്നത്? ദൂരദിക്കിലുള്ള കാഴ്ചയെക്കുറിച്ചുള്ള വിവരം സമയത്തിന് കിട്ടിയിട്ടില്ലെങ്കിൽ. ഈ ഹദീസ് പ്രകാരം നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിദൂര ദിക്കിൽ നിന്നുള്ള കാഴ്ചയെക്കുറിച്ചുള്ള വിവരം ലഭിക്കാതെ പോയാൽ ഓരോ നാട്ടിലും അവിടുത്തെ കാഴ്ചയെ അടിസ്ഥാനമാക്കിയാണ് അവിടുത്തെ ഭരണാധികാരി തീരുമാനം കൈക്കൊള്ളേണ്ടത്. ആ അർത്ഥത്തിലും അത്തരം സാഹചര്യങ്ങളിലുമാണ് ഓരോ നാട്ടുകാർക്കും അവരുടെ കാഴ്ച എന്ന് മുഹദ്ദിസുകൾ തലവാചകത്തിലും മറ്റും വിശദീകരിച്ചിട്ടുള്ളത്. കാരണം മേൽ ഹദീസിന്റെ പദങ്ങളിലോ ഇബ്നു അബ്ബാസിന്റെ അഥവാ ഖുറൈബിന്റെ ഹദീസിന്റെ പദങ്ങളിലോ അതിന്റെ ധ്വനിയിൽ പോലുമോ ദൂരദിക്കിലെ മാസപ്പിറവി കണ്ട വിവരം യഥാസമയത്ത് കിട്ടിയാൽ സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയുന്നില്ല. അതേപോലെ ഓരോ പ്രദേശത്തുള്ളവരും അവരവരുടെ പ്രദേശത്തുള്ള കാഴ്ച മാത്രമേ സ്വീകരിക്കാവൂ എന്നും അതിൽ പറയുന്നില്ല. മറിച്ച് ദൂരദിക്കിലുള്ള കാഴ്ച സ്വീകരിക്കണമെന്നത് മറ്റു തെളിവുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് താനും. അവയിൽ ചിലത് നമ്മളിപ്പോ പറഞ്ഞല്ലോ, ഏത് ഹദീസുർ റക്ബ്, അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ ചര്യ, അതൊക്കെ നമ്മൾ ഉദ്ധരിച്ചല്ലോ. അതുകൊണ്ട് ദൂരദിക്കിലുള്ള കാഴ്ച പരിഗണിക്കണം, നമ്മുടേത് മാത്രമേ, നമ്മുടെ നാട്ടിലെ കാഴ്ച മാത്രമേ പരിഗണിക്കാവൂ എന്ന് പറഞ്ഞിട്ടില്ല. ദൂരദിക്കിലുള്ളത് പരിഗണിക്കരുത് എന്നും പറഞ്ഞിട്ടില്ല. ദൂരദിക്കിലുള്ളത് പരിഗണിക്കണം, നമ്മുടെ നാട്ടിന്റെ പുറത്തുള്ളത് പരിഗണിക്കണം എന്നത് മറ്റു തെളിവുകളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളതുമാണ്. ഈ ഹദീസിലുള്ളത് ദൂരദിക്കുകളിൽ കണ്ടതിനെ കുറിച്ചുള്ള വിവരം സമയത്തിന് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ അതത് നാട്ടിലെ കാഴ്ചന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കണം. അപ്രകാരമാണ് ഞങ്ങളോട് നബി കൽപ്പിച്ചിരുന്നത് എന്ന് ഇബ്നു അബ്ബാസിന്റെ പരാമർശത്തിൽ എന്താണ് നബി കൽപ്പിച്ച കൽപ്പന? നബി ഞങ്ങളോട് കൽപ്പിച്ച കൽപ്പന നേരത്തെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാഴ്ചന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയിക്കോളിയതാണ്. എന്നാൽ ഷാഫി മദ്ഹബിലെ ഒരു ഫഖീഹായിട്ടുള്ള നവവി മദ്ഹബിനെ പിന്തുണക്കാൻ വേണ്ടി നടത്തിയ ഒരു വ്യാഖ്യാനം, അതിലാണ് ഇന്ന് എല്ലാ ആൾക്കാരും ഇതിന്റെ നബിന്റെ കൽപ്പന എന്താന്ന് പോയി തപ്പി നോക്കണത്. അവിടെ അല്ല തപ്പി നോക്കേണ്ടത്. ഹദീസ് സമാഹാരങ്ങളിൽ അതുണ്ടായിരിക്കും. നബി എന്താ കൽപ്പിച്ചത്? അക്കാര്യം പണ്ഡിതന്മാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഷൗക്കാനിന്റെ ഒരു വിശദീകരണം കേൾക്കൂ. നബവി മാത്രമല്ലോ, ഷൗക്കാനി പറയണേ നോക്ക്. അന്നൽ ഹുജ്ജത്ത ഇന്നമാ ഹിയ ഫിൽ മർഫൂഅ മിൻ റിവായത്തി ഇബ്നു അബ്ബാസ് ലാ ഫി ഇജ്തിഹാദിഹി അല്ലദീ ഫഹിമ അൻഹു الناس والمشار ഇലൈഹി ബിഖൗലിഹി ഹാകദാ അമർനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ തെളിവ് ഇബ്നു അബ്ബാസിന്റെ ഹദീസിലുള്ള തെളിവെന്താ? നബി എന്ത് പറഞ്ഞു എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് തെളിവുള്ളത്. നബിയിലേക്ക് ചേർത്ത് പറയുന്നതിലാണ് തെളിവുള്ളത്. അല്ലാതെ ഇബ്നു അബ്ബാസ് ഇജ്തിഹാദ് നടത്തി എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ ധരിക്കുന്ന, ഇബ്നു അബ്ബാസ് ഇജ്തിഹാദ് നടത്തിയതൊന്നുമല്ല, ജനങ്ങൾ അങ്ങനെയാണ് പറയാണ്. അത് നബവി അങ്ങനെയാണ് പറയാണ്. നബവി പറഞ്ഞ കാര്യം ജനങ്ങൾ വ്യാഖ്യാനിക്കുകയാണ്, ജനങ്ങൾ അത് ആവർത്തിക്കുകയാണ്. അങ്ങനെ ജനങ്ങൾ മനസ്സിലാക്കി ഇബ്നു അബ്ബാസിന്റെ ഇജ്തിഹാദ് ഇങ്ങനെയാണ് എന്ന് പറയുന്ന ആ ഇജ്തിഹാദിലും അല്ല തെളിവുള്ളത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന എങ്ങനെയാണ് എന്ന് പറയുന്നിടത്ത് എന്താണ് അവിടെ തെളിവുള്ളത്? ഫലാ നസാലു നസൂമു ഹത്താ നുക്മില സലാത്തിൻ. അതാണ് ഇബ്നു അബ്ബാസ് പറഞ്ഞത്. അല്ലാതെ ബാക്കി ജനങ്ങൾ ഇബ്നു അബ്ബാസ് ഇജ്തിഹാദ് ചെയ്തത് ഓരോ നാട്ടുകാരും അവരുടെ നാട്ടിലെ കാഴ്ചനെ പരിഗണിക്കണം എന്നതാണ് ഇബ്നു അബ്ബാസിന്റെ ഇജ്തിഹാദ്. അത് ഇബ്നു അബ്ബാസ് ഇജ്തിഹാദ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ കുറിച്ച് വേറെ ചിലർ പറഞ്ഞതാണ്, വേറെ ചിലരാണ് മനസ്സിലാക്കിയതാണ്. ഇബ്നു അബ്ബാസ് പറഞ്ഞ ഇതാണ്, ലാ നസാലു നസൂമു ഹത്താ നുക്മില സലാത്തിൻ. ഞങ്ങൾക്ക് നേരത്തിന് സമയത്തിന് ആ വിവരം കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ തുടങ്ങിയ അന്ന് മുതൽ 30 വരെ പോകും. അതിനിടയ്ക്ക് 29 അന്ന് കണ്ടാൽ നിർത്തും, അല്ലെങ്കിൽ 30 പൂർത്തീകരിക്കും എന്നുള്ളതാണ്. എന്നാൽ നബി കൽപ്പിച്ച കൽപ്പന എന്ന് പറയുന്ന കൽപ്പന അത് നോക്കേണ്ടത് എവിടെയാണ്? ഹദീസ് ഗ്രന്ഥങ്ങളിലാണ്. അത് ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അഖ്റജഹു ശൈഖാനി വഗൈറുഹുമാ ബിലഫ്ളി ലാ തസൂമു ഹത്താ തറവുൽ ഹിലാൽ വലാ തുഫ്തിറു ഹത്താ തറു. മാസപ്പിറവി കാണുന്നത് വരെ നോമ്പ് തുടങ്ങരുത്, അടുത്ത മാസപ്പിറവി കാണുന്നത് വരെ നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്യരുത്. ഫൈൻ ഉമ്മ അലൈക്കും ഫാക്കുമിൽ ഇദ്ദത്ത 29 മാസപ്പിറവി നിങ്ങൾക്ക് കാണാതെ മൂടപ്പെട്ടു പോയാൽ നിങ്ങൾ ആ മാസം 30 പൂർത്തിയാക്കാണ് വേണ്ടത്. വഹാദാ ലാ യഖ്തസ്സു ബി അഹ്ലി നാഹിയത്തിൻ അലാ ജിഹത്തിൽ ഇൻഫിറാദ്. അത് ഏതെങ്കിലും ഒരു പ്രദേശത്തുള്ളവർ, അല്ലെങ്കിൽ ഒരു നാട്ടിലുള്ളവർ, അതല്ലെങ്കിൽ ഒരു ഭൂഖണ്ഡത്തിലുള്ളവർ, അല്ലെങ്കിൽ ഒരേ ഉദയാസ്തമയ മേഖലകൾ പങ്കിടുന്നവർ, ഇങ്ങനെ യാതൊരു വ്യത്യാസവും അതിലില്ല. വൽഹുവ ഖിതാബുൻ ലികുല്ലി മൻ യസ്ലുഹു ലഹു മിനൽ മുസ്ലിമീൻ. മറിച്ച് ഇത് ഞാൻ മുസ്ലിമാണ് എന്ന് പറയാൻ പറ്റുന്ന ലോകത്തിന്റെ ഏതു ഭാഗത്ത് താമസിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ഇതാണ് നമ്മളതിൽ മനസ്സിലാക്കേണ്ട കാര്യം. കൂടാതെ വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്തിട്ടുള്ള അവഗാഹമുള്ള മുഹഖിഖീങ്ങളായ ആളുകൾ പറഞ്ഞിട്ടുള്ളത്,
അവർ വിശദീകരിച്ചിട്ടുള്ളത് ഇബ്നു തൈമിയ്യ, ഷൗക്കാനി, സിദ്ദീഖ് ഹസൻ ഖാൻ, ഇമാം അൽബാനി തുടങ്ങിയിട്ടുള്ള മഹാന്മാരായ മുഹഖ്ഖിഖുകൾ ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ സിദ്ദീഖ് ഹസൻ ഖാൻ പറഞ്ഞിട്ടുള്ളൊരു വാചകം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അതിൽ സിദ്ദീഖ് ഹസൻ ഖാന്റെ വാചകം വളരെ വ്യക്തമാണ്. لأنه لم يصرح ابن عباس بأن النبي أمرهم بأن لا يعملوا برؤية غيرهم من أهل الأقطار. ഇബ്നു അബ്ബാസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല നബി അവരോട് കൽപ്പിച്ചത് അവരുടെ നാട്ടിൽ കണ്ട കാഴ്ചയല്ലാതെ മറ്റു പ്രദേശങ്ങളിൽ കണ്ട കാഴ്ച സ്വീകരിക്കരുത് എന്ന് നബി പറഞ്ഞതായി ഇബ്നു അബ്ബാസ് അതിൽ പറയുന്നില്ല. ബൽ അറാദ ഇബ്നു അബ്ബാസ് അവിടെ ഉദ്ദേശിച്ചത് അന്നഹു അമറഹും ബി ഇക്മാലി 30 ഔ യറൗ. അവര് തുടങ്ങിയിടം മുതൽ ഒന്നുകിൽ 29ന്റെ അന്ന് കാണണം, അല്ലെങ്കിൽ 30 പൂർത്തിയാക്കണം. ظن منه أن المراد بالرؤية رؤية أهل المحل. എന്നാൽ ചില ആളുകൾ കരുതിയത് അവരവരുടെ പ്രദേശത്ത് തന്നെ കാണണം, ആ കാഴ്ചയാണ് എന്ന് ചിലർ വിചാരിച്ചിട്ട് അതിനെ വ്യാഖ്യാനിച്ചു. നബവി അത്തരക്കാരനാണ്. വഹാദ ഖത്ഉൻ ഫിൽ ഇസ്തിദ്ലാൽ. ഇത് തെളിവ് പിടിച്ചെടുത്ത് അവർക്ക് പറ്റിയൊരു അബദ്ധമാണ്. ഔഖഅൻ നാസ ഫിൽ ഖബ്തി വൽ ഖലൽ. അത് ജനങ്ങളെ ആശയക്കുഴപ്പത്തിലും ഇരുട്ടിൽ തപ്പുന്ന അവസ്ഥയിലേക്കും തള്ളിവിട്ടു. ഹത്താ തഫറഖു ഫീ ദാലിക അലാ 8 മദാഹിബ്. ആ ഒരു വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഭിന്നിച്ച് 8 വിഭാഗക്കാരായി, 8 പക്ഷക്കാരായി മാറേണ്ടി വന്നു. അതത് നാട്ടിൽ തന്നെ കാണണം, മറ്റു നാട്ട് കണ്ടതിൽ സ്വീകരിക്കാൻ പറ്റൂല എന്നത് ഇബ്നു അബ്ബാസിന്റെ വാക്കല്ല. അദ്ദേഹത്തിന് അങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന് നവവി അങ്ങോട്ട് വ്യാഖ്യാനിച്ചതാണ്. ആ വ്യാഖ്യാനം പിന്നീട് വന്നവര് ആവർത്തിച്ചതാണ്. ഇബ്നു അബ്ബാസ് അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ ഒരു വ്യാഖ്യാനം മുസ്ലിങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഛിദ്രത വലുതാണ്. 8 കക്ഷികളായി തിരിഞ്ഞു എന്നാണ് ഈ സിദ്ദീഖ് ഹസൻ ഖാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹ് നിയോഗിച്ചത് ജിന്ന് ഇൻസ് വർഗത്തിലേക്ക് മൊത്താണ്. ഖിയാമത്ത് നാൾ വരേക്കുള്ള നബിയാണ്. ദീനുൽ ഇസ്ലാമുമായിട്ടാണ് അള്ളാഹ് വിട്ടിട്ടുള്ളത്. അതൊരു അന്തർദേശീയ പ്രബോധനമാണ്, ദഅവ ആലമിയ. അതുകൊണ്ട് തന്നെ സാർവകാലികവും സാർവലൗകികവും സാർവജനീനവുമായ നിയമാവലികളാണ് ഇസ്ലാമിൽ ഉണ്ടാകുക. അത് എല്ലാ കാലക്കാർക്കും, എല്ലാ പ്രദേശക്കാർക്കും, എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരുപോലെ അനുവർത്തിക്കാൻ പറ്റുന്ന നിയമങ്ങളെ ഇസ്ലാമിൽ ഉണ്ടാവുള്ളൂ. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളും നിയമാവലികളും ഏത് കാലത്തും അനായാസം നടപ്പിലാക്കാവുന്ന വിധമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വാർത്താ വിനിമയോപാധികൾ ഇന്ന് ഏറെ പുരോഗമിച്ച കാലത്ത്, ലോകം മുഴുക്കെ ഒരു ചെറുഗ്രാമം പോലെ പരസ്പരം ബന്ധിതമായി അടുത്തു നിൽക്കുന്ന കാലത്ത്, ലോകത്ത് എവിടെ കണ്ടാലും നിമിഷ നേരം കൊണ്ട് ഈ വിവരം കൈമാറുക എന്നത് ഇന്നൊരു പ്രശ്നമല്ല. ഇക്കാലത്ത് മുസ്ലിം ഭരണാധികാരികൾക്ക് ശറഇന്റെ നിയമങ്ങളും ലക്ഷ്യങ്ങളും 100% പാലിച്ചുകൊണ്ട് തന്നെ ഹിലാൽ വിഷയത്തിൽ ഒരു സാർവലൗകികമായ ഐക്യം സാധിപ്പിച്ചെടുക്കുക എന്നത് ഒട്ടും വിഷമുള്ള വിഷയമല്ലെന്ന്, അള്ളാഹു അതിന് തുണക്കട്ടെ എന്ന് മാത്രം നമ്മൾ ദുആ ചെയ്യാം. ഇമാം അൽബാനി കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത് ഞാൻ വായിക്കാം. വലാ യുആരിദുഹു ഹദീസ് ഇബ്നു അബ്ബാസ് ലിഉമൂരിൻ ദക്കറഹ ശൗക്കാനി ولعل الأقوى أن يقال إن حديث ابن عباس ورد في من صام على رؤية بلدي ثم بلغه في أثناء رمضان أنه رأوا الهلال في بلد آخر قبله بيوم، ففي هذه الحالة يستمر في الصيام مع أهل بلده حتى يكملوا 30 أو يروا هلالهم، وبذلك يزول الإشكال ويبقى حديث أبي هريرة وغيره على عمومه يشمل كل من بلغه رؤية الهلال من أي بلد أو إقليم من غير تحديد مسافة أصلا كما قال ابن تيمية في الفتاوى، وهذا أمر متيسر اليوم للغاية كما هو معلوم، ولكنه يتطلب شيئا من اهتمام الدول الإسلامية حتى تجعله حقيقة واقعية إن شاء الله تبارك وتعالى. തമാമുൽ മിന്നയിലാണ് അൽബാനി നിരീക്ഷണം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ അർത്ഥപ്രകാരമാണ് ഷൗക്കാന് വിശദീകരിച്ച വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മാസപ്പിറവി എവിടെ കണ്ടാലും അത് ഭൂലോകത്തുള്ളവർക്കെല്ലാം ബാധകമാണെന്നതിന് ഇബ്നു അബ്ബാസിന്റെ ഹദീസ് എതിരാവുന്നില്ല. ഇക്കാര്യത്തിൽ പറയപ്പെട്ട ഏറ്റവും പ്രബലമായ കാര്യം ഇതാണ്. ഇബ്നു അബ്ബാസിന്റെ ഹദീസ് സ്വന്തം നാട്ടിലെ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ നോമ്പ് പിടിക്കുകയും പിന്നീട് മറ്റൊരു നാട്ടിൽ ഒരു ദിവസം മുമ്പ് പിറവി കണ്ടു എന്ന വിവരം റമദാൻ മാസം അവസാനിക്കുന്നതിന് മുമ്പ് ലഭിക്കുകയും ചെയ്തവന്റെ കാര്യത്തിലാണ് ഇബ്നു അബ്ബാസിന്റെ ഹദീസ്. ഈ അവസ്ഥയിൽ അയാൾ എന്ത് ചെയ്യണം?
നാട്ടിൽ തുടങ്ങിയ ഒരു തീയതി ഒരു ദിവസം നേരത്തെ മറ്റൊരു നാട്ടിൽ തുടങ്ങി എന്നുള്ളത് റമദാൻ അവസാനിക്കുന്നതിന്റെ മുമ്പ് ഇടക്കാലത്ത് വിവരം കിട്ടിയാൽ എന്ത് ചെയ്യണം? അങ്ങനെയാണെങ്കിൽ തന്റെ നാട്ടുകാരോടൊപ്പം ആരംഭിച്ച നോമ്പ് 30 തികയുന്നത് വരെ തുടരണം, അല്ലെങ്കിൽ 29 മാസപ്പിറവി കാണണം. ഇതോടെ എല്ലാ സംശയങ്ങളും നീങ്ങി. കൂടാതെ അബൂ ഹുറൈറയിൽ നിന്നും മറ്റു ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ്, നിങ്ങൾ നോമ്പ് നോക്കുക, നോമ്പ് അവസാനിപ്പിക്കുക എന്നത് അതിന്റെ ഉമൂമിലും അതിന്റെ വ്യാപകമായ അർത്ഥത്തിൽ നിലനിൽക്കുകയും ചെയ്യും. പിറവി ഏതെങ്കിലും ഒരു നാട്ടിലോ മേഖലയിലോ കണ്ടാൽ ദൂരപരിധി ഒട്ടുമേ നോക്കാതെ ആ വിവരം ലഭിക്കുന്ന എല്ലാവരെയും അത് ഉൾക്കൊള്ളുകയും ചെയ്യും. അങ്ങനെയാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയും പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇക്കാലത്ത് അത് അതീവ ലളിതമായ കാര്യമാണ്. എങ്കിലും അതൊരു യാഥാർത്ഥ്യമായി പുലർന്നു കാണണമെങ്കിൽ അള്ളാഹുവിന്റെ ഇതിനോടുകൂടി മുസ്ലിം രാജ്യങ്ങൾ ആ വിഷയത്തിൽ നല്ലൊരു കരുതലും ശ്രദ്ധയും അവര് പുലർത്തേണ്ടതുണ്ട്. അങ്ങനെ ഭരണാധികാരികൾ, മുസ്ലിം രാജ്യങ്ങൾ, മുസ്ലിം ഭരണാധികാരികൾ അതിനൊരു ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ സാർവലൗകികമായ ഒരു ഐക്യം എന്ന് പറയുന്നത് ഹിലാൽ വിഷയത്തിൽ ഇന്ന് ഒരു ബുദ്ധിമുട്ടില്ലാതെ നടപ്പിലാക്കാൻ പറ്റും എന്നാണ് അൽബാനി അതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്.